തിങ്കൾ മുതൽ വെള്ളി വരെ ഒന്നുകിൽ ദോശ അല്ലെങ്കിൽ അപ്പം, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ശനി എന്നുള്ളൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് പുട്ടിൻ്റെ ദിവസമാണ്. പുട്ട് ബീഫ് അല്ലെങ്കിൽ പുട്ട് പഴം, ഇതൊക്കെ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ചിരട്ടപ്പുട്ട് കഴിച്ചു തുടങ്ങിയത്. ഞങ്ങൾ നാട്ടിൽ പുട്ടുംകടയിലാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം കുറച്ച് തുണി അലക്കാട്ടുണ്ടായിരുന്നു. അത് ആറിയിടാലോ എന്ന് വിചാരിച്ച്. കാരണം ഇപ്പം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് പകലൊക്കെ, പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടുന്നുമുണ്ട്. അപ്പം പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ദേ വരുന്നവരാണ്. നമ്മളെങ്ങാനും വെറുതെ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര അസൂയായിരിക്കും. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇടുക്കമ്മേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലിങ്ങനെ നടക്കും. ഇപ്പം ഞാനിവിടെ വെറുതെ നിൽക്കണമല്ലായിരുന്നു, അലക്കാൻ വേണ്ടി തുണി എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ഇടുക്കമ്മേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. ഈ ചെറുതിന് അങ്ങനെയാണ്, വലുതും കണക്ക് തന്നെയാണ് കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങ് എടുക്കാം, കുഴപ്പമില്ല. ഇത് വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അമ്മേനോട് പോയി ഒന്ന് എടുക്കാൻ പറയാമെന്നും പറഞ്ഞിട്ട് ഒറ്റ ബുദ്ധിക്ക് ഇങ്ങോട്ട് വരും. നമ്മളപ്പോൾ എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഇവർക്ക് എടുക്കണം എന്നും പറഞ്ഞിട്ട് വരിക. ചില സമയത്ത് ഞാനങ്ങ് മൈൻഡ് ചെയ്യാണ്ടങ്ങ് വിടും. അപ്പം മൈൻഡ് ചെയ്യാണ്ട് വിടുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കരയും, പിന്നെ അവർ ഓക്കെ ആയിക്കോളൂ. അങ്ങനെ അവിടെ പുട്ട് ശരിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് ചായ വെച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ ചായക്ക് നല്ല ചൂട് വേണം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയതിനു ശേഷം അവസാനമാണ് ഞാൻ ചായ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ചായ ചൂടാറുമല്ലോ. കുറേ അവിടെ കിടന്ന് കരയണുണ്ടായിരുന്നപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ മിക്കപ്പോഴും മൈൻഡ് ചെയ്യാണ്ട് വിടും ഇവന്മാർ. അന്ന് അവിടെ കിടന്ന് കരഞ്ഞ് കഴിയുമ്പോൾ എണീറ്റ് പൊക്കോളൂ എന്ന് വിചാരിക്കും. പക്ഷേ അമ്മേന്നും പറഞ്ഞിട്ട് ഒരു വിതുമ്പുന്ന മുഖത്താലെ നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മമ്മനല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അലിഞ്ഞു പോവും. അങ്ങനെ ഞാനും അലിഞ്ഞു പോയി. ഇവനും അങ്ങോട്ട് എടുത്ത് ഒക്കത്ത് വെച്ചു. പിന്നെ ഒക്കത്ത് വെച്ചിട്ടായിരുന്നു ബാക്കി കലാപരിപാടികളൊക്കെ. പിന്നെ ഉള്ളതൊന്നും എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു അങ്കലാപ്പും പൊല്ലാപ്പും അടിയും പിടി ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എടുക്കുന്ന രംഗങ്ങൾ ഇത് വൈകുന്നേരത്തെ രംഗങ്ങളാണ് കേട്ടോ. ജിമ്മിൽ പോകുന്ന ടൈമായിരുന്നു. ഞാൻ ചിലപ്പോൾ അടുപ്പിച്ചൊരു 3-4 ദിവസം പോവും, പിന്നെ കുറച്ച് ദിവസം പോവില്ല. അങ്ങനെയാണ് കേട്ടോ. കാരണം റെഗുലറായിട്ട് പോകാനായിട്ടുള്ള ഒരു സന്ദർഭം കിട്ടുന്നില്ല. ഒന്നാമത് ഇതിപ്പം ഇപ്പോൾ പനിയും കോൾഡൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ രണ്ടാളെയും ഇവിടെ ഇരുത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ചെറുതിനെ എൻ്റെ കൂടെ ജിമ്മിലേക്ക് എടുത്തു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ജിമ്മായതുകൊണ്ട് തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ള സ്ഥലവും മെഷീൻസ് ഇച്ചിരി കുറവുമാണ്. ആകെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെഡ്മില്ലാണ്. അങ്ങനെ ട്രെഡ്മില്ലും കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഡോണുവിനോടൊന്ന് മസിൽ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഗമ. അവൻ്റെ പപ്പയാണ് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ 2 കൈയും പൊക്കി ഇങ്ങനെ നിന്നാനെ. നമ്മൾ പറയുമ്പോൾ പുല്ല് വില. അങ്ങനെ റൂമിലെത്തി ഒരു അവക്കാഡോ പഠിച്ച് കയറ്റി. അപ്പോഴത്തേക്കും ചാച്ചൻ വന്ന് ഓടിക്കേറി അങ്ങ് ബാത്റൂമിൽ. പിന്നെ ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിനും പോയി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.